കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അതെ, ഞാൻ പോട്ടെ. വീട്ടിലെത്തിയത് ശ്രീ ഒരു പില്ലോ കെട്ടിപ്പിടിച്ച് ശിവയുടെ മുന്നിൽ വന്ന് ചോദിച്ചു. എങ്ങോട്ട്? ഷീതുവിൻ്റെ അടുത്തേക്ക്. നീ ഇത്ര നേരം അവിടെ അടുത്ത് തന്നെയല്ലായിരുന്നു? അതെ. പിന്നെന്തിനാ പോകുന്നേ? മര്യാദയ്ക്ക് ഇവിടെ കയറി കിടന്നോ? ഇല്ല. എന്നാ അതൊന്ന് കാണണല്ലോ. അതും പറഞ്ഞ് ശിവ പോയി ഡോറടച്ച് ഡോറിൻ്റെ മുകളിൽ ലോക്ക് ഇട്ടു. ഇനി നീ ഇത് തുറക്കുന്നൊന്ന് കാണുന്ന എക്സ്പ്രഷൻ ഇട്ട് ശിവ സ്ത്രീയെ നോക്കി ചേറിൽ പോയിരുന്ന് ഫോൺ തോണ്ടാൻ തുടങ്ങി. ഇത് കാലമാടാ, വാതി തുറക്ക്. തനിക്ക് അഹങ്കാരാണ്. ഇത് തുറക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. വെറുതെ നിന്റെ എനർജി വേസ്റ്റ് ആക്കണ്ട. ഓടാ, ഇത് തുറന്നില്ലേ നിങ്ങൾ എൻ്റെ പേര് പാട്ടി കിട്ടോ. ഇതൊക്കെ എനിക്ക് നിസാരാണ്. ശ്രീ ശിവയെ വെല്ലുവിളിച്ച് ഡോറിന് ലോക്ക് തുറക്കാൻ പോയി. പഴയ രീതിയിലുള്ള വലിയൊരു തടിവാതിലായതുകൊണ്ട് തന്നെ അതിന് ലോക്ക് തുറക്കാൻ പറ്റിയില്ല. അതിന് മെയിൻ കാരണം ആ ലോക്ക് തൊടാനുള്ള ഹൈറ്റ് കൂട്ടിക്കില്ല. ശ്രീ തൻ്റെ പരിശ്രമം നിർത്തി ശിവനെ തുറക്കനെ നോക്കി. അല്ല, നീ എന്തൊക്കെ ഡയലോഗ് അടിച്ചിരുന്നല്ലോ. നിനക്കെല്ലാം നിസാരാണെന്ന്. അല്ല, ഇനി നിന്റെ പേര് ഞാൻ ഏത് പട്ടിക്കിടും? പോടെ പട്ടി. ശ്രീ കയ്യിൽ കിട്ടിയ പില്ലോ അവനെ നേരെ എറിഞ്ഞ് ചാവട്ടി കൂട്ടി ബെഡിൽ പോയി കിടന്നു. അവൾ എറിഞ്ഞ പില്ലോ ക്യാച്ച് ചെയ്ത് ശിവ അവളുടെ കട്ടായ മുഖം കണ്ട് പൊട്ടിച്ചിരിച്ചു. പോടെ കാല, നിന്നെ ഇഷ്ടമല്ലല്ലോ. പിന്നെന്തെന്നെ വിട്ടാല് ഞാൻ പോയ നിങ്ങൾക്ക് സമാധാനമാകില്ലേ? ശ്രീ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സോറി ഡിയർ, നീ എന്തൊക്കെ പറഞ്ഞാലും ഐ വിൽ നോട്ട് ലീവ് യു. സോ ഗോ ടു സ്ലീപ്പ്. അവൻ കയ്യിലുള്ള പില്ലോയിലേക്ക് ചുണ്ടു ചേർത്ത് അവൾക്ക് തന്നെ എറിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു. തെണ്ടി, അങ്ങോട്ട് ഒരു ഒലക്കപ്പിൽ ഇംഗ്ലീഷ്. എനിക്കറിയാം ഉറങ്ങാൻ. ആരും പറഞ്ഞിട്ട് വേണ്ട. എങ്ങോട്ടും വീട്ടിലേക്ക് കെട്ടിപ്പൂട്ടി പോകില്ലിട്ട് നടന്നൂടെ. ഇതിനൊക്കെ ചേർത്ത് വലിയൊരു പണി ഞാൻ തരുടാ തെണ്ടി പാട്ടക്കാലം. അതും പറഞ്ഞ് ശ്രീ പോയി അവളുടെ ഷെൽഫ് തുറന്ന് അതിൽ നിന്ന് വലിയൊരു ടെഡി ബിയർ എടുത്ത് കൊണ്ടുവന്ന് ശിവയെ നോക്കി ലോഡ് പൂച്ചം വാരി വിതറി അതിനെയും കൊണ്ട് ബെഡിലേക്ക് കിടന്നു. ശ്രീ ഉറങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് ശിവ ഫോൺ ചെയ്ത് കിടക്കാൻ വന്നപ്പോഴാണ് തുറന്നു കിടക്കുന്ന ഷെൽഫ് കണ്ടത്. അതടക്കാൻ പോയപ്പോഴാണ് അവൻ്റെ കണ്ണിൽ അതിനുള്ളിൽ അടക്കി വെച്ച ഒരു റെഡ് പുറം ചട്ടയുള്ള ഡയറി കണ്ടത്. ഈ കുരിപ്പിന് ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ടോ? മറ്റൊരാളുടെ ഡയറി നോക്കുന്നത് തെറ്റാണെന്ന് അറിയാം. ബട്ട് എനിക്കിത് നോക്കാതിരിക്കാനാവില്ല. സോറി. അവൻ സ്ത്രീയെ നോക്കി മനസ്സിൽ പറഞ്ഞുള്ളിൽ തോന്നിയ കൗതുകത്തോടെ അത് മറിച്ചു നോക്കി. പെൻസിൽ കൊണ്ട് വരച്ച പുറംതിരിഞ്ഞ് കൈകോർത്ത് നിൽക്കുന്ന ഒരു യുവാവിൻ്റെയും യുവതിയുടെയും ചിത്രം അവൻ്റെ കണ്ണിലുടക്കിയത്. അതിൻ്റെ അടിയിലായി കറുത്ത മഷിയാൽ എഴുതിയ വരികൾ പതിയെ അവൻ്റെ അതിരങ്ങൾ ഉരുവി. എൻ്റെ ജീവനിശ്വാസം പോലെ എന്നിൽ അലിഞ്ഞു ചേർന്ന പ്രണയമാണിത്. ദൈവമേ, ഇവൾക്കിനി വേറെ വല്ല പ്രണയം ഉണ്ടായിരുന്നു. ഇനി ഇവൾ ഇടയ്ക്ക് പറയുന്ന ആദ്യമാവോ? ഓ ഷിറ്റ്. ശിവ ഡയറി അടക്കാൻ നിന്നെങ്കിലും അവൻ്റെ മനസ്സ് അതിന് തയ്യാറായില്ല. വീണ്ടും വീണ്ടും അവനതിലെ പേജുകൾ മറിച്ച് എല്ലാത്തിലും അവളുടെ ഭാവനയിൽ അവൾ എഴുതി പിടിപ്പിച്ച സാഹിത്യമായി. പെട്ടെന്നൊരു ചിത്രം കടന്നും അവൻ്റെ കാപ്പിക്കണ്ണുകൾ വിടർന്നു. ഹൃദയം എന്തെന്നില്ലാതെ തുടിച്ച് മനസ്സിൽ സന്തോഷം നിറഞ്ഞു. താനില്ലെങ്കിൽ അവളോ, അവളില്ലെങ്കിൽ താനോ പൂർണ്ണമല്ലെന്ന് കാട്ടിക്കൊടുത്തതും ശിവൻ. തൻ്റെ പ്രണയത്തെ തന്നുള്ളിലോട് ചേർത്ത് വെച്ചതും ശിവൻ. പ്രണയമെന്നാൽ തൻ്റെ പാതിയാണെന്ന ലോകത്തിന് കാട്ടിക്കൊടുത്തു. അവൻ്റെ കൈകൾ ആ കുറിപ്പിലൂടെ തഴുകി. അതിൻ്റെ താഴെയായി ശിവൻ അവൻ്റെ അപ്പച്ചിയുടെ കൂടെ മുംബൈക്ക് പോകുന്നതിന് മുമ്പ് എടുത്ത ഒരു ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരുന്നു. അതിലവളുടെ കലാവാസന എന്ന പോലെ അവന് താടിയും മുടിയും മീശയെല്ലാം തീർത്തിരുന്നു. ആ ഫോട്ടോ കണ്ടതും അവന് തന്നെ ചിരി. അറിയാം, ഒരിക്കലും സ്വന്തമാകുന്നു. എന്നാലും ആഗ്രഹിച്ചു പോവുകയാണ്. എൻ്റേത് മാത്രമായി എന്നിലേക്ക് നീ വന്നു ചേരുന്ന നിമിഷത്തിൽ. ലവ് യു മേരി ജാൻ. പിന്നീടുള്ള പേജുകളൊക്കെ ബ്ലാങ്കായിരുന്നു. ആ ഡയറി അടച്ചു വെക്കുമ്പോൾ എന്തിനെന്നില്ലാതെ അവൻ്റെ ഉള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ ഓരോ നിമിഷവും അവളെന്ന പെണ്ണ് അത്ഭുതമായി തോന്നി. അപ്പോൾ അവൾ ആളൊരു നിരാശകാമുകയാണല്ലേ. ഇതിനൊരു തരത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് ദൈവമേ. ഇനി അവൾക്ക് ഇഷ്ടമുണ്ടാകില്ലേ? ഇനി ആദ്യോടെ ഇങ്ങനെ ആയിരിക്കുമോ? ഏയ് നോ, അങ്ങനെയൊന്നും ആകില്ല. എന്നെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ നിന്നെ ഇങ്ങനെ അകന്നു പോകുന്നേ. എന്തൊക്കെയോ സ്പെല്ലിംഗ് മിക്സ് കണ്ടു. ശരിയാക്കി തരാം. ശിവയൊന്നും മനസ്സിൽ ഊറിച്ചിരിച്ച ആ ഡയറി അവൾ അതുപോലെ തന്നെ വെച്ച് ഒന്നും അറിയാത്ത പോലെ അവളുടെ അടുത്തേക്ക് വന്ന് കിടന്നു. ഓർമ്മ കണ്ടില്ലേ കള്ളിപൂച്ച? ആരൊന്നും അറിയില്ലെന്നാണ് എൻ്റെ വിചാരം. ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്ന സ്ത്രീയെ അവന് നോക്കി. പിന്നെ അവളുടെ വായിലേക്കിട്ട് തള്ളവിരൽ മാറ്റി അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ച് അവൾ കെട്ടിപ്പിടിച്ച് കിടന്ന ടെടിയെ മാറ്റി വെച്ച് അവളോട് ചേർന്ന് കിടന്നു. ശ്രീമോളെ, എന്താച്ചാ? എന്താ നിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ലച്ചോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം, പിന്നെ ഒന്ന് കിടന്നുറങ്ങണം, പിന്നെയും ഫുഡ് കഴിച്ച് ഇവിടെ കൂടെ തിരിച്ചു പോകണം, പിന്നെ അവിടെ എത്തിയിട്ട്. ഓ, അതല്ലടി പൊട്ടിക്കളി ഞാൻ ഉദ്ദേശിച്ചേ. ഇങ്ങനൊരു സാധനം.
എൻ്റെ മോളെ, ഞാൻ നിനക്കിനി പഠിക്കാനൊന്നും പോകേണ്ടെന്നാ ചോദിച്ചേ. പഠിക്കാനോ? ഞാനോ? അല്ല, ഇനി ഞാൻ പോവാം. നിനക്ക് ശീതവിന് ഞാൻ അവിടുത്തെ കോളേജിൽ എൻ്റെ ഫ്രണ്ട് വഴി PGക്ക് അഡ്മിഷൻ എടുത്തു. അച്ഛനത് പണിയെ കാണിച്ച് എനിക്കിനി പഠിക്കാൻ പോകണ്ട. അതെന്താടാ, ഇത്ര കാലം പഠിക്കുക തന്നെ ആയിരുന്നില്ലേ? പിന്നെ അച്ഛൻ്റെ ഈ മോള് സപ്ലൈ ഇല്ലാതെ പാസ്സായതാ. എൻ്റെ ഈ ശീത് കഷ്ടപ്പെട്ടിട്ട് പഠിച്ചെടുത്തോണ്ട. ഇനി റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ അച്ചോ. ശീത് വേണേ പൊക്കോട്ടെ. അവള് പൊക്കോളൂ, കൂടെ നീയും. ഞാൻ അഡ്മിഷൻ എടുത്തു. ആരോട് ചോദിച്ചിട്ട് അച്ഛനിങ്ങനെ ചെയ്തേ? ഷീബിയോട് ചോദിച്ചിരുന്നു. അവനാ നിന്നെയും വിടാൻ പറഞ്ഞേ. അങ്ങേരോട് ചോദിക്കാൻ അങ്ങേരല്ലല്ലോ പോകുന്നേ. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പോകില്ലെന്ന്. ഇവിടെ പൊക്കോട്ടെ, എൻ്റെ തീരുമാനത്തിൽ മാറ്റല്ല. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നീ പോകണ്ട. നീ ഇല്ലെന്ന് കരുതി ഇവളെ വിടാതിരിക്കില്ല ഞാൻ. ഇതാണ് എൻ്റെ അച്ഛ, നിങ്ങൾ മുത്താണ്. അപ്പൊ സീതൂസേ, ഓൾ ദി ബെസ്റ്റ്. ശ്രീ ശീതുവിനെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി ചുംബിച്ച് അവളെന്തെങ്കിലും പറയും മുമ്പ് ചാടിത്തുള്ള റൂമിലേക്ക് പോയി. നിനക്കെന്താ പഠിക്കാൻ പോയാ? വീട്ടിലേക്കുള്ള യാത്രയിൽ ശിവയുടെ ചോദ്യം കേട്ടതും ശ്രീയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കാരണം എല്ലാവരിൽ നിന്നും ഈ ഡയലോഗ് കേട്ട് കേട്ട് കൊച്ചിനാകെ വട്ടുപിടിച്ചിരുന്നു. എനിക്ക് താല്പര്യമില്ല. അതെന്താ നിനക്ക് താല്പര്യമില്ലാത്തത്? നിന്റെ പോലെയല്ലേ ശീതു, അവൾ പോകുന്നുണ്ടല്ലോ. അവളൊരു ബുജിയാണ്, എത്ര വേണേലും പഠിച്ചോളും. എനിക്ക് വയ്യ എപ്പോഴും ഇങ്ങനെ പഠിച്ചോണ്ട് നടക്കാൻ. ഇത്രയും കാലം പഠിച്ചില്ലേ, ഇനി കുറച്ച് കാലം റെസ്റ്റ്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉറപ്പായി ഇതിന് ചാടും. അറിയാലോ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. ദൈവമേ, വട്ട് പെണ്ണ, നീ ചാടൊന്നും വേണ്ട. ഞാനൊന്നും ചോദിക്കാനും പറയാനും വരില്ല. പോരെ? ദാറ്റ്സ് മൈ കാലൻ. ശ്രീ അവൻ്റെ കവിളിൽ പിടിച്ച് വലിച്ച് പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാതെ അവന് പുറത്തേക്ക് തലവെച്ച് കിടന്നു. അമരവതിയിലെത്തിയത് ശ്രീ വേഗം ചാടിത്തുള്ളി റൂമിലേക്ക് പോയി. അവരുടെ റൂമിന് ഡോർ തുറന്നതും ശ്രീ ഞെട്ടി പണ്ടാരടങ്ങി പകച്ചു പോയി. തിരിഞ്ഞോടാൻ നിന്നപ്പോഴേക്ക് 2 കൈകൾ അവളെ പിന്നിലൂടെ വന്ന് ചുറ്റി വരിഞ്ഞിരുന്നു. തൻ്റെ നാസികയിലേക്ക് രച്ചെത്തിയ ഗന്ധത്തിൽ നിന്നും തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു തന്നെ വന്ന് പൊതിഞ്ഞ കൈകളുടമേ. സ്ത്രീയെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയിട്ടും ഒരു കുലുക്കമില്ലാതെ നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും ശിവ നെറ്റി ചുളിച്ച് അവളെ നോക്കി. മുണ്ടക്കണ്ണ് മുരുട്ടിയുള്ള അവളുടെ ആ നൃത്തം കണ്ടതും അവൻ്റെ കണ്ണുകളും അവളുടെ കണ്ണുകളെ പിന്തുടർന്നതും അവൻ്റെ കിളികൾ പോയിരുന്നു. വാട്ട് ദി ഫക്ക്! ശിവ വേഗം റൂമിലേക്ക് കയറി ചുറ്റുമൊന്ന് നോക്കി ദേഷ്യത്തിൽ സ്ത്രീക്ക് നേരെ തിരിഞ്ഞു. എന്തിനാ എന്നോട് ദേഷ്യപ്പെടണേ? ഞാനൊന്നല്ലല്ലോ ഇങ്ങനെ ചെയ്തത്. അതിന് നീയാണെന്ന് ഞാൻ പറഞ്ഞോ? ശിവദേശത്തിൽ തറയിൽ കിടന്ന ഫ്ലവർ വേസ് കാലുകൊണ്ട് തട്ടിമാറ്റി. സ്ത്രീ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി റൂം മുഴുവൻ വീണ്ടും കണ്ണുകൾ പായിച്ചു. അവരില്ലാത്ത സമയം അവിടെ ആരോ കയറിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കാരണം റൂമിലെ ഷെൽഫിലുള്ള ഡ്രസ്സും ഫയൽസും ഷെൽഫിൽ മടക്കി വെച്ച ഡ്രസ്സും മറ്റും ബെഡിലും തറയിലുമെല്ലാം വലിച്ചു വാരിയിട്ടുണ്ട്. ശിവേട്ടാ, ഇത് മോഷണ ശ്രമമല്ല. പിന്നെ എന്തിനതൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടേ? സ്ത്രീ അവളുടെ ജ്വല്ലറി ബോക്സ് എടുത്ത് നോക്കി എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി നോക്കി ശിവയോട് പറഞ്ഞു. സ്ത്രീയോടുള്ള സംശയം തന്നെയായിരുന്നു ശിവക്കും. കാരണം ഓഫീസിലെ ചില ഇമ്പോർട്ടൻസ് ഫയലും ഡോക്യുമെന്റ്സും വീട്ടിലായിരുന്നു വെച്ചിരുന്നത്. അവയെല്ലാം യഥാസ്ഥാനത്തുണ്ട്, ഒന്നും മിസ്സായിട്ടില്ല. പിന്നെ എന്തിന് ഇതെല്ലാം എന്ന ചോദ്യം ഇരുവരിലും ഉയർന്നു വന്നു. ശിവ താടിക്ക് കൈ കൊടുത്ത് എന്തോ ആലോചിച്ച് നിൽക്കുന്ന സ്ത്രീയെ നോക്കി ഇമ്പോർട്ടൻ്റ് ഫയൽസും മറ്റും എടുത്ത് പുറത്തേക്ക് നടന്നു. ഈ വട്ടെ, ആലോചിച്ച് നിൽക്കാതെ വേഗം ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം പഴയ പോലെ അതത് സ്ഥാനത്ത് വെക്കാൻ നോക്ക്. നടത്തം നിർത്തിയ ശിവ തിരിഞ്ഞ് താടിയിൽ വിരലൂന്നി ആലോചനയോടെ നിൽക്കുന്ന സ്ത്രീയോടായി പറഞ്ഞു. ആര്? ഞാനോ? അല്ലാതെ ഞാൻ. മേടിച്ചിനേക്കാൾ വേഗം ചെയ്യടി. സ്ത്രീയോട് ആജ്ഞ പോലെ പറഞ്ഞുകൊണ്ട് ശിവ അവിടുന്ന് പോയി. കാലമാടൻ വന്ന് കയറിയിട്ടുള്ളൂ, അപ്പോഴേക്ക് തുടങ്ങി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റൂം ഇങ്ങനെ ആക്കിയിട്ടവനെ എൻ്റെ കൈ കിട്ടിയ അരച്ച് കരച്ച് കുടിക്കും ഞാൻ. എൻ്റെ ദൈവമേ, എന്നാൽ ഈ ചെടി എന്നോട് വേണ്ടിയിരുന്നില്ല. ഇനി ഇതൊക്കെ എപ്പോൾ റെഡിയാക്കി എടുക്കാനാണ്? കണ്ണിൽ ബ്ലഡില്ലാതെ ബ്ലഡിൽ നോറി അവൻ്റെ തല ഇടുത്തി വീഴും. വീഴ്ത്തണേ എൻ്റെ ശിവനെ. ശ്രീ അവനെയും അവൻ്റെ പൂർവികരെയും മനസ്സിൽ നന്നായി സ്മരിച്ച് എല്ലാം മടക്കി പെറുക്കി വെക്കാൻ തുടങ്ങി. ഏകദേശം എല്ലാം തീർത്ത് അവൾ തൻ്റെ ഡ്രസ്സെല്ലാം മടക്കി ഷെൽഫിൽ വെക്കുന്നതിൻ്റെ ഇടയിലാണ് അവൾ തൻ്റെ വസ്ത്രങ്ങൾക്കിടയിൽ സൂക്ഷിച്ചു വെച്ച ശിവയുടെ വൈറ്റ് ഷർട്ട് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. എല്ലാം ഒതുക്കി വെച്ച് സ്ത്രീ ഷർട്ട് എടുത്ത് മുഖത്തേക്ക് വെച്ചു. ഇപ്പോഴും ആ ഷർട്ടിൽ അവൻ്റെ പെർഫ്യൂംസ് ഗന്ധം തങ്ങി നിൽക്കുന്നത് ഓർത്തപ്പോൾ കവളിൽ നുണക്കുഴി തെളിയിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വീഴുന്നു. നാസികയിലേക്ക് അടിച്ചു കയറുന്ന ഗന്ധവും ശ്വസിച്ച് കണ്ണുകളടച്ച് നിന്നപ്പോൾ അവളുടെ മനസ്സിലേക്ക് അവൾ പുഴയിൽ വീണതും അവൾ വലിച്ച് കരക്കെത്തിച്ചതും ഷർട്ട് തനിക്ക് തന്നതും ആ രാത്രി മുഴുവൻ ആ കരവലയത്തിൽ കാട്ടിൽ കടിച്ചു കൂട്ടിയതുമെല്ലാം ആലോചിക്കും തോറും അവളുടെ ചുണ്ടിലെ പുഞ്ചിരിക്കും മാറ്റുകൂടി. വേഗം തന്നെ അവൾ താനിട്ടിരുന്ന വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി ആ ഷർട്ട് എടുത്ത് ധരിച്ച് വാനിറ്റി മിററിന് മുന്നിൽ പോയിരുന്നു. എൻ്റെ ശിവനെ, ഈ കാലം ഇത്രക്ക് വണ്ണുണ്ടോ? എങ്ങനെയില്ലതായിരിക്കും?
ഓ കൂട്ടിക്കെട്ടി വെച്ചല്ലോ നടപ്പ്. ഏതായാലും ശ്രീ നീ സൂപ്പറായിക്കണ്. അങ്ങേരെക്കാട്ടിൽ നിനക്കാണ് ഈ ഡ്രസ്സ് മാച്ച്. ശ്രീ ഇട്ടിരിക്കുന്ന ഷർട്ട് അവളെ പോലെ ഒരെണ്ണത്തിന് കൂടി കയറാനുള്ള സ്പേസ് കണ്ട് സ്വയം ആത്മകഥിച്ചു. അതോടൊപ്പം സ്വയം പുകുത്താനും അവൾ മറന്നില്ല. അവൻ ചെയ്യുന്ന പോലെ ഷർട്ടിന്റെ ആദ്യ 2 ബട്ടൺസ് അയച്ചു വിട്ട് പിന്നെ അവന്റെ സ്റ്റൈലിൽ ടീഷർട്ടിന്റെ കൈകൾ തൊരുത്ത് കയറ്റി വെക്കുകയും ഇല്ലാത്ത മീശ ഉണ്ടാക്കി തിരിച്ചു വെക്കുകയും ഒക്കെ ചെയ്ത് തിരിഞ്ഞും മറിഞ്ഞ് നോക്കി നിൽക്കുമ്പോഴാണ് ആരോ ഡോറ് തുറക്കുന്ന ശബ്ദം ശ്രീ കേട്ടത്. വേഗം ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയ ശ്രീ കാണുന്നത് ചെവിയിൽ തിരികെ ഇയർഫോൺ വഴി ആരോടോ കാര്യമായി സംസാരിച്ചു വരുന്ന ശിവിയാണ്. പെട്ടെന്ന് അവനെ കണ്ടതും ശ്രീ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞെട്ടിത്തരിച്ച് പണ്ടാറടഞ്ഞ് നിന്നുപോയി. ഒരിക്കലും ശിവ റൂമിലേക്ക് കയറി വരുന്ന കാര്യത്തെക്കുറിച്ച് അവൾ ഓർത്തിരുന്നില്ലെന്ന് സാരം. ശിവിയാണെങ്കിൽ സ്ത്രീയെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ കാളിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ടേബിളിലിരിക്കുന്ന വാലറ്റും വണ്ടിയുടെ കീയും എടുത്ത് തിരികെ നടന്ന് ഡോറിന്റെ അടുത്തെത്തിയതും ശിവ കോള് കട്ട് ചെയ്ത് എന്തോ ആലോചിച്ച് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് മുട്ടോളം കഷ്ടിച്ചിറക്കം വരുന്ന തൻ്റെ ഷർട്ടും ഇട്ട് ഞെട്ടി പണ്ടാറടങ്ങി നിൽക്കുന്ന സ്ത്രീയാണ്. അവൾ ആ കോലത്തിൽ കണ്ടതും ചെക്കൻ്റെ തലയിൽ ബാക്കി ഉണ്ടായിരുന്ന കിളികൾ കൂടി കൂടും കുടുക്കിയത് ദേശാടനത്തിന് പോയി. കേറി കേറി എന്റെ മാനം കപ്പല് കേറി. ശ്രീ ശിവയുടെ അന്തം വിട്ട നൃത്തം കടന്ന് കണ്ണുകൾ ഇറുകിയടിച്ച് തുറന്ന് ചുറ്റും നോക്കി കാട്ടന്റെ പിന്നിൽ പോയി ഒളിച്ച് തല മാത്രം പുറത്തേക്കിട്ട് അവനെ നോക്കി.